ഫ്രം ദ ഡൈനാസ്റ്റി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ദിവസമാണ്. ഞാൻ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, ട്രിവാൻഡ്രം ലുലു മാളിലെ PVR സൂപ്പർപ്ലെക്സിൽ ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ട്രാവൽ വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ ഒറിജിനലി സ്റ്റാർട്ട് ചെയ്തത്. എങ്കിലും ഞാനിപ്പോൾ PVR സൂപ്പർപ്ലെക്സിലെ സിനിമ കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. എൻ്റെ മാമനുണ്ട്, അമ്മയുണ്ട്, അമ്മാമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്. പിന്നെ എടാ മോനെ, ലുലു മാളിൽ പോകാൻ റെഡി അല്ലേ? ഇതാണ് സിംബക്കുട്ടൻ. പോയാ വാ വാ, നിങ്ങളെ സിനിമയ്ക്ക് പോട്ടോ. 4 മണിക്കൂർ കഴിഞ്ഞേ കാണുള്ളൂ. വിഷമൊന്നും ഇല്ലേ? എൻ്റെ കസിൻ ഫോൺ കിട്ടാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഒരു ഗ്രില്ല് പോലെ തറയിലിട്ടിട്ടുണ്ട്. നമുക്കൊരു ഭയങ്കര ഒരു വൈബ്രേഷനാണ് കേട്ടോ ഇതുവഴി പോകുമ്പോൾ. അതിവിശാലമായ പാർക്കിംഗ് ആണ് കേട്ടോ, ഒന്നും പറയില്ല. ലുലുമാളാണ്, അപ്പോൾ അതിവിശാലമായ പാർക്കിംഗ് ആണ്. ലുലുമാളല്ലേ, അപ്പം എന്നാലും ലുലുമാൾ ആണെങ്കിൽ പോലും ഇത് ഇത്തിരി കൂടി പോയില്ലേ എന്ന് എനിക്കൊരു സംശയം. കുറേ ചുറ്റുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലെത്തി. എനിക്ക് കുറേ ചുറ്റി പോകണമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇവിടെ കണ്ടിട്ട് ഇതുവരെ പാർക്കിംഗ് എല്ലാ ലെവലിലും ഫുള്ളാണെന്ന് തോന്നുന്നു. പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നു. ലുലു മാൾ ആയതുകൊണ്ട് ഇത്രയും വലിയ പാർക്കിംഗ് ആണെങ്കിൽ പോലും കുറേ വണ്ടികളുണ്ട്. മ്യൂസിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് കൂടുതൽ നേരം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. PVR സൂപ്പർപ്ലെക്സ്. ഇവിടെ വന്നപ്പോഴേ എന്താ ഒരു സന്തോഷം. ഇവിടെ ലുക്സിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ലുക്സിന് സെപ്പറേറ്റ് വെയിറ്റ് ലോബിയും ഉണ്ട്. PVR കുറേ ആക്ടേഴ്സിൻ്റെ പേര് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, പടവും പേരും. വാവ്. സ്ക്രീൻ OD7 ആണ് കേട്ടോ. അത് ഇങ്ങനെ അറ്റത്താണ് OD7 ആണ്. OD7 ഷോ ടൈം എത്രയാ? ഷോ ടൈം 2:15 ഷോ. 1:36. ഇതാരാന്ന് നോക്കിയേ. വെൽക്കം ടു PVR ഐനോക്സ് സിനിമാസ് ഓഡിറ്റോറിയം 7. അതുപോലെ തന്നെ ഇവിടെ വെൽക്കം ടു PVR ഐനോക്സ് സിനിമാസ് ഓഡിറ്റോറിയം 6 അങ്ങനെ എഴുതി. ഓരോ ഓഡിയിലും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന വീഡിയോ കുറച്ച് ഷേക്കി ആയതുകൊണ്ടേ ഞാൻ ഇങ്ങനെ ഫോട്ടോ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇവിടെ ഈ PVRൻ്റെ ഫുഡ് കൗണ്ടറിലായാലും ഡോറുകളിലായാലും PVRൻ്റെ ലോഗോ എനിക്കൊന്ന് ഈ V ആണെന്ന് തോന്നേ. എവിടെ തിരിഞ്ഞു നോക്കിയാലും V ആണ്. ഈ ഫുഡ് കൗണ്ടറിൽ തന്നെ ആയിട്ട് എത്ര V ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. അതും ഇത്രയും വലിയ ഫുഡ് കൗണ്ടർ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട്. എൻ്റെ കസിനെ മിലൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ, അവനാണെങ്കിൽ ഇപ്പം അവൻ്റെ അച്ഛൻ എൻ്റെ മാമൻ്റെ കൂടെ ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ഫുഡ് കോർട്ടിൽ കഴിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ തീർന്നാലും അവൻ തിരിച്ച് വരുമെന്ന് തോന്നുന്നു. അതാണ് അവൻ്റെ ഒരു തീറ്റി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് PVRൻ്റെ OD7 കയറുകയാണ് കേട്ടോ. എന്നെ വലുതാണ്. ഞാൻ ഈ സിസ്റ്റം സൗണ്ട് ഒന്ന് നിർത്തിയിട്ടുണ്ട്, കാരണം ഇതിനകത്ത് പാട്ടിട്ടിട്ടുണ്ട്.
അതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഇവിടെ കണ്ടോ ലെഫ്റ്റ് സൈഡിൽ വി. ഇവിടത്തെ ഈ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ 7 വി ഉണ്ട് കേട്ടോ. അതാണ് PVRൻ്റെ ആ ഒരു ലോഗോ എത്ര സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ആ ഐഡിയ എന്തായാലും കൊള്ളാം കേട്ടോ. ആ വാൾസിലെ ഡിസൈൻ കൊള്ളാം. ഇത് കണ്ടോ, ഇതാണ് ഓഡിറ്റോറിയം 7-നകത്തുള്ള വ്യൂ. PVRൻ്റെ ഓഡിറ്റോറിയം 7-നകത്തുള്ള വ്യൂ ആണിത്. പിന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് 3 വ്യൂ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് 2 വ്യൂ കാണാൻ പറ്റുന്നുള്ളെങ്കിലും ഓരോ സൈഡിലായിട്ട് 3 വ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 വി. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ സ്ക്രീനിൻ്റെ താഴെ 1 വി. അപ്പോൾ മൊത്തം 7 വ്യൂ ആയി. ഒരു ഓഡിറ്റോറിയത്തിനകത്ത് 7 വി. പിന്നെ നമ്മൾ ഫുഡ് കൗണ്ടറിലെ വ്യൂ നിങ്ങൾ കണ്ടതാണല്ലോ. എല്ലാ ഡോറിലും വ്യൂ ഉണ്ട്. അപ്പോൾ മൊത്തം 12 ഓഡിറ്റോറിയമാണുള്ളത്. അപ്പോൾ ആ 12 ഓഡിറ്റോറിയത്തിന് എല്ലാം ഒരു ഡോറാണോ അതോ അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഇതിനകത്ത് കുറേ വ്യൂ ഉണ്ട്. പിന്നെ ആ ലൈറ്റ് ഇട്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സ്ക്രീൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര വലുതല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ സ്ക്രീനിൻ്റെ ഒരു വീതിയും പൊക്കവും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ പില്ലർ ബോക്സിങ് വരുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ഇതെന്താണ് സംഭവം? അവർ PVRൻ്റെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറേ നേരം ഇതും കണ്ടോണ്ടിരിക്കാം. Booster seat cushions are available at this cinema. Please contact the duty manager for assistance. മൊത്തം ഇത് മാത്രമേ ഉള്ളൂ. PVRൻ്റെ ഇൻട്രോ എവിടെ? ഇതാണെന്ന് തോന്നുന്നു കേട്ടോ PVRൻ്റെ ഇൻട്രോ. വീൽ ചെയർ ഫ്രണ്ട്ലി സീറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് സംഭവം ഇങ്ങനെ മനസ്സിലായില്ലേ. വീൽ ചെയർ ഫ്രണ്ട്ലി സീറ്റിങ്ങിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല. 7.1ൻ്റെ ഇൻട്രോ. യെസ്, സ്മാർട്ട് ഫോണിൻ്റെ പരസ്യം കിട്ടും കേട്ടോ. ആ പ്രൊജക്ഷൻ്റെ ക്വാളിറ്റി നോക്കിക്കേ. ഇൻ്റർവെൽ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫോഴ്സ്ഡ് ഇൻ്റർമിഷൻ. ദർ വിൽ ബി ആൻ ഇൻ്റർമിഷൻ ദാറ്റ് ഹാസ് ബീൻ സ്ട്രാറ്റജിക്കലി ക്രിയേറ്റഡ് ടു എൻഷുർ ലീസ്റ്റ് ഡിസ്ട്രക്ഷൻ ടു യുവർ മൂവി. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻ്റർമിഷൻസിന് എങ്ങനെയാണ് ഫോഴ്സ്ഡ് ഇൻ്റർമിഷൻ എന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മൊത്തം കറക്റ്റ് ആവുന്നില്ല എങ്കിലും എനിക്കൊരു ചെറിയ ഡൗട്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, എനിക്ക് തോന്നുന്നു ഈ സ്ലോപ്പിൻ്റെ ആയതുകൊണ്ട് സീറ്റിൻ്റെ ബാക്കിൽ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ സിനിമ കണ്ടിട്ട് ഇറങ്ങി മനസ്സ് നിറഞ്ഞു. സ്ക്രീനിൻ്റെ വലിപ്പം കണ്ടോ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ സ്ക്രീനാണ്.